നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയതിന് ശേഷം നയൻതാരയും വിഘ്നേഷ് ശിവനും അനേകം പ്രതിസന്ധികളാണ് നേരിട്ട് വരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രശ്നം അതല്ല. കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി ചാനൽ കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പ്രശ്നത്തിലോട്ട് നമുക്ക് കിടക്കാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിഘ്നേഷ് ശിവൻ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് വിഘ്നേഷ് ശിവൻ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അജിത് സാറിനെ ആദ്യമായി കണ്ടപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ നാനും റൗഡിദാൻ എന്ന സിനിമ വളരെ ഇഷ്ടമായിരുന്നു. കൂടാതെ ഞാൻ അത്ര വലിയ സിനിമകളൊന്നും കാണാൻ നിൽക്കില്ല. എന്നിരുന്നാലും നാനും റൗഡിദാൻ എന്ന മൂവി പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രധാനമായും അതിലെ പാർത്ഥിപൻ എന്ന കഥാപാത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാമെന്നുകൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇത് എപ്പോൾ നടന്നതാണെന്ന് വെച്ചാൽ എന്നെ അറിന്താൽ മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഈ കാര്യം നടക്കുന്നതായി വിഘ്നേഷ് ശിവൻ പറയുന്നത്. എന്നെ അറിന്താൽ എന്ന മൂവിയിൽ വിഘ്നേഷ് ശിവൻ ഒരു സോങ് എഴുതിയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരം ചർച്ചകളെല്ലാം നടന്നത്. കൂടാതെ താൻ ചെയ്ത സ്ക്രിപ്റ്റ് ഏകദേശം ആവേശം സിനിമയിൽ വരുന്ന ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ പോലെ തന്നെയായിരുന്നു. ഈ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രൊഡക്ഷൻ ഹൗസിന് അത് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് AJ62 എന്ന മൂവി താൻ ഡ്രോപ്പ് ചെയ്തതെന്ന് വിഘ്നേഷ് ശിവൻ പറയുന്നു. എന്നാൽ വിഘ്നേഷ് ശിവൻ്റെ ഈ ഇൻ്റർവ്യൂ കണ്ട പലരും എന്നെ അറിന്താൽ മൂവി ഫെബ്രുവരി 2015 നാനും റൗഡിദാൻ എന്ന മൂവി ഒക്ടോബർ 2015 ഇറങ്ങുന്നത്. എന്നാലും എങ്ങനെയാവും റിലീസ് ചെയ്യപ്പെടാത്ത നാനും റൗഡിദാൻ എന്ന മൂവിയുടെ റിവ്യൂ നടൻ അജിത്ത് തന്നോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ്. ട്രെയിൻ ട്രാവൽ പോലെയുള്ള വമ്പൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചായിരിക്കുമോ അജിത്ത് അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലുള്ള ട്രോളുകളെല്ലാം പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഇതിനോടുള്ള വിഘ്നേഷ് ശിവൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. GVM സാറിൻ്റെ സഹായത്തോടു കൂടിയാണ് താൻ ആദ്യമായി എന്നെ അറിന്താൽ എന്ന മൂവിയിൽ സോങ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹവും അജിത് സാറും തമ്മിൽ ബന്ധമുണ്ടാവുന്നത്. എന്നാൽ അതിനുശേഷം നാനും റൗഡിദാൻ എന്ന മൂവിയുടെ റിലീസിന് ശേഷം തങ്ങൾ വീണ്ടും കണ്ടിരുന്നു. വിശ്വാസം എന്ന മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായ രാമോജി ഫിലിം സെറ്റിൽ വെച്ചാണ് രണ്ടാമതായി അജിത് സാറിനെ താൻ കാണുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് സംഭവിച്ച കാര്യങ്ങളാണ് താൻ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്നും കൂടുതൽ ഡയറക്ടർ ഉള്ളതുകൊണ്ട് തന്നെ കാര്യകാരണങ്ങളൊന്നും വ്യക്തമാക്കാൻ ആ സമയത്ത് സാധിച്ചില്ലായിരുന്നും വിഘ്നേഷ് ശിവൻ പറഞ്ഞു വയ്ക്കുന്നു. വിഘ്നേഷ് ശിവൻ പറയുന്നത് കള്ളമാണെന്നാണോ സത്യമാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തു തന്നെയായാലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.